തരാനല്ലയോ കൊണ്ടുവന്നേ? പൊന്നോ പൊന്നോ, അയ്യോ ഭയങ്കര ഉറക്കമാന്നല്ലോ. മയങ്ങി ഉറങ്ങുവാന്നു, മയങ്ങി കിടക്കുവാന്നു കുഞ്ഞോ. ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി പാലൊക്കെ മേടിക്കണമായിരുന്നു, കുറച്ച് സാധനങ്ങൾ, പുട്ടുപൊടി അതൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ മോനിക്കുട്ടനാണ് ഇന്നലെ കുഞ്ഞോ വൈകുന്നേരം അങ്ങ് പോയി. ഇന്ന് രാവിലെ കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. കുഞ്ഞോയും ജാനിക്കുട്ടി രാവിലെ തൊട്ട് അവരെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പൊ കുഞ്ഞോയ്ക്ക് ഇന്ന് അംഗൻവാടി പോകേണ്ടത് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇന്ന് ചെല്ലണമെന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് കുഞ്ഞോ രാവിലെ അംഗൻവാടി പോയി. ജാനിക്കുട്ടി തലവേദനയാന്നൊക്കെ പറഞ്ഞ് നോക്കി, പക്ഷെ അവര് സ്കൂളിൽ വിട്ട് കുക്ക് വിളിച്ച് വഴക്ക് പറഞ്ഞ് സ്കൂളിൽ പോയി. അപ്പൊ രണ്ടുപേരും സ്കൂളിൽ പോയി. മോനിക്കുട്ടൻ നോക്കിയിരുന്ന് അങ്ങ് പിണങ്ങിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, അവർ ഇതുവരെ വന്നില്ല, ഇനി അവർ വരണ്ട. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവര് വൈകുന്നേരം ഉച്ച കഴിഞ്ഞാ വന്നില്ലയോ? ജാനിക്കുട്ടി കുക്ക് വന്നു കഴിഞ്ഞാ വന്നേ. കുഞ്ഞോനെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ച് ഇവിടോട്ട് കൊണ്ടുവിട്ടു. ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുക്കു ഇപ്പൊ വന്ന് അവരെ വിളിച്ചോണ്ട് പോകും. മോനെ മുടി അഴിഞ്ഞല്ലോ, കെട്ടിയോ? പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത ഒരു സാധനമാണ് ഈ 5 തട്ടുള്ള ട്രേ. എല്ലാവരുടെയും വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ട് അതുപോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മുറിക്കകത്ത് ഒരുക്ക സാധനങ്ങളെല്ലാം വെച്ചേക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞു ടീപ്പോയിലാണ്. അതൊരു സ്റ്റാൻഡേൽ ഇങ്ങനെ പൊക്കി വെക്കും. സ്റ്റഡി ടേബിളാണ് ശരിക്കും. അപ്പൊ അത് നമ്മുടെ കൈ തട്ടിയ ഇതെല്ലാം കൂടെ താഴെ വീഴും. അങ്ങനെ അതേ വെച്ചേക്കുവാണ്. അപ്പൊ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുത്തിന്റെ റൂമിനകത്ത് അയവള്ളി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം വരുമ്പം ഷർട്ടും തോർത്തും ഒക്കെ വിരിച്ചിടാൻ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കണമായിരുന്നു. അതുപോലത്തെ വേറെ. അപ്പൊ ആ സ്റ്റാൻഡും വന്നിട്ടുണ്ട് ഇന്ന്. പിന്നെ നമ്മുടെ തുണി വെക്കുന്ന ബോക്സുകളില്ലേ, അത് നേരത്തെ മേടിച്ചത് എല്ലാം കുറെ എല്ലാം അങ്ങ് കീറി പറഞ്ഞൊക്കെ പോയി സിബൊക്കെ ഇടുന്നത്. ഇത് പെട്ടി പോലുള്ളത് വാങ്ങിച്ചു, ഇച്ചിരൂടെ കട്ടിയുള്ളത് ഈ സാധനം ഞാൻ ഇന്ന് മേടിച്ചത്. അപ്പൊ അതെല്ലാം കൂടി ഇന്നാണ് വന്നത്. അതെല്ലാം കുക്കു ആ റാക്ക് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. പിന്നെ അത്താഴത്തിന് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ. അമ്മ രാവിലെ ഞാൻ പോകുന്നതിന് മുമ്പേ വന്നായിരുന്നു. അപ്പൊ അമ്മ ചോറൊക്കെ വെച്ചു. ഇന്നലെ ഞാൻ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ, അത് അമ്മ ഇന്നലെ കറി വെച്ചായിരുന്നു. പോവാന്നോ? വെച്ചിട്ടാ പോയത്.
അപ്പൂപ്പനെ അമ്മൂമ്മ കടന്ന് വിളിക്കുന്നു. കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിവിടെ കിടക്ക്, നാളെ പോകണ്ടല്ലോ. കുഴിഞ്ഞ കട്ടില് വിശാലമായിട്ട് കുഴിഞ്ഞ കട്ടിലെ കിടക്കുന്നു. കുക്കമ്മ അത്രയില് അങ്ങനെ അതെല്ലാം എടുത്ത് വെക്കാം. ഞാനും ഇതുപോലത്തെ പക്ഷെ കളറായിട്ടുള്ളത്. നാല് കുട്ടിയോ കുറച്ചെടുത്ത് അടിയിലും മകളുടെ ബുദ്ധിയാ ഹലോ മുറിയൊക്കെ കൊണ്ടാ മുറിയുമല്ലോ. അതുകൊണ്ടാ മുറിയും കേട്ടോ. അത് മെഡിക്കൽ സ്റ്റോറിലുണ്ടോ ചേച്ചി? അതായത് കുറച്ച് വള എടുത്ത് മാറ്റണം. പന്നലൊക്കെ മാറ്റണം. എടുത്ത് വെച്ചോളൂ. ഇടയ്ക്ക് ഏതാണ്ടൊക്കെ മാറ്റാനുണ്ട്. പന്നല് തീർന്നല്ലേ അതിനകത്ത്? തീർന്നു പോലെ അതിനകത്തൊന്നും ഇല്ല. അത് കളയാ. പോകാം. മാതാവ് ക്രീമിന്റെ ലോകത്തിൽ പച്ച കണ്ടിട്ടല്ലോ. അത് പച്ചയുടെ കട്ട തന്നെ ഉള്ളത്. ആ മറ്റേത് അതുപോലെയാണ്. ഇതെന്താ കാണിച്ചേ. അത് മാമിക്ക് വേണം. എന്തുകൊണ്ട് കുഞ്ഞോ ഇതെന്തോന്ന് പറഞ്ഞേ? എന്തോന്ന് പറഞ്ഞേ കുഞ്ഞു? അതെന്തോന്ന് പറ. ഇതെന്തുവാ? ഇതെന്തുവാ? ഇങ്ങോട്ട് നോക്കി. ഇതെന്തുവാ? ഇതെന്തുവാ? എന്റെ കൈ ഇരിക്കുന്ന ഫുള്ളും ഐ ലവ് യുടെ കമ്മൽ. അതെന്തുവാ? മാമി എനിക്ക് അതെന്തോന്ന് പറഞ്ഞേ? വലിയൊരു ഐ ലവ് യു കാരൻ. ഇത് സൂപ്പർ മാർക്കറ്റിലുണ്ട്. അത് കുഞ്ഞെടുത്തു. ഇതോ ഒറ്റ ഇവിടെ ആഭരണം തപ്പുക. വേറെ കുഞ്ഞിക്കമ്മലുകളുണ്ട് അതിനകത്ത്. മോനെടുത്തോ അത്? ചേച്ചി ഉപയോഗിച്ച അതൊക്കെ അമ്മ ഇടുന്നത്. ഉള്ളി പറക്കിക്കൊണ്ടിരിക്കും. അതൊക്കെ അമ്മ ഇടുന്നത്. ഇതോ
അയ്യോ അത് ഇത്രയും ഉണ്ട അതൊന്നും ജാനിക്കുട്ടിക്ക് പോകത്തില്ല, വലിയ ഭാരം. ഇതോ അത് അപ്പം അമ്മയ്ക്ക് കൊടുക്കും. അപ്പം അമ്മയ്ക്ക് ഇനിയും കമ്മൽ കൊടുത്തില്ലെന്നും പറഞ്ഞ് അയ്യോ ഇതിന് മറ്റേ സാധനം കാണുന്നില്ല. അതൊക്കെ പോയത്. അയ്യോ ഈ കമ്മൽ എന്റെ കയ്യിൽ നിന്ന് എന്തിയെ പൊന്നു നോക്കടി ഇതിന്റെ ഒരെണ്ണം. ഞാൻ വിഷമിച്ച് കിടന്നു. എന്നിട്ട് എനിക്ക് ഇത് കിട്ടുകയും ചെയ്തു റോഡിൽ കിടന്നു. ഓർമ്മയുണ്ടോ? ഇത് മേടിച്ചിട്ട് ഇട്ടുപോലും ഇല്ല. ഞാൻ ഇടാൻ എടുത്തു. കിട്ടി. ആണിയില്ല കേട്ടോ, ആണിയില്ലാത്തതാ. രാവിലെ ആ സ്കൂളിലും അംഗനവാടിയിലൊക്കെ പോണൊക്കെ പോയിട്ട് വരാം. ഉമ്മ ഉമ്മ ഉമ്മയൊന്നും ഇല്ലെന്ന് തന്നു ഉമ്മ. ആ രാവിലെ ഞാൻ പോകുന്നതിന് മുമ്പേ കുളിപ്പിച്ചു. അതായത് കാലൊക്കെ നമ്മൾ കസേരയിലോട്ട് പൊക്കി വെച്ച് കുളിപ്പിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പം വൈകിട്ട് മേല് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം 3-4 വട്ടം കുളിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ദേഹമൊക്കെ ഒന്ന് തുടയ്ക്കാം എന്ന് വിചാരിച്ചു. എപ്പോഴും കുളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കാം. ഭയങ്കര പാടാട്ടോ. അല്ലെങ്കിൽ അത് നമ്മൾ ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ചൊറിച്ചിൽ. വെള്ളം കയറിയാൽ ഭയങ്കര ചൊറിച്ചിൽ വരും. കെയർഫുള്ളായിട്ടിരിക്കണമല്ലോ. അപ്പോൾ ദേഹമൊക്കെ തുടച്ചു. ഇനി ഞാനൊന്ന് കുളിച്ച് വെച്ച് വരാം, എന്നിട്ട് നമുക്ക് ചോറുണ്ട്. നോട്ട് തരട്ടെ? ഷീജ ടീച്ചർ ഇട്ടിട്ടുണ്ട്. ഷീജ ടീച്ചർ എല്ലാത്തിൻ്റെ നോട്ട് ടീച്ചറിൻ്റെ വാട്സപ്പിനകത്ത് കിടപ്പുണ്ട്. അത് നോക്കി എഴുതേ കേട്ടോ. നമ്മൾ കുളിച്ചിട്ട് വരട്ടെ. ഞാൻ തിരുവഞ്ചാലിട്ട് ഒന്നുകൂടെ മുറിച്ചു തീരുന്നു. രാവിലെ അതങ്ങനെ എനിക്ക് വിളിക്കണ്ട ഇങ്ങനെ. അതാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിളിക്കാം. അന്നേരം കുറച്ചിട്ട് നേരത്തെ കഴിച്ചിട്ട് ഇരിക്കുന്നു. കഴിച്ചിട്ടില്ല. നീ വിശക്കുന്നു. ഗുളികയും കഴിക്കാനുണ്ട്. കഴിച്ചിട്ട് കിടക്കാറായില്ലല്ലോ അന്നേരം. വേണ്ടായിരുന്നു. മാങ്ങ ചമ്മന്തി ഒരു മാങ്ങ പറഞ്ഞു. അപ്പോൾ അമ്മ ചോറൊക്കെ ഉണ്ടു. മോനുകുട്ടന് കഴിക്കാൻ കൊടുത്തു. എനിക്കുള്ള ചോറ് വിളമ്പട്ടെ. ചോറും ചമ്മന്തിയും
നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പയർ ഇന്നാണ് മെഴുക്കുവരട്ടി വെച്ചത്. അതുകൊണ്ട് പിന്നെ ആറ്റുവാള കറി വെച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പ്രിയങ്ങളെ. ഞാൻ കഴിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം, സന്തോഷം. വീണ്ടും കാണാട്ടോ. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.